സ്തുതിക്കുമ്പോൾ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ മഹത്വം. 34 സങ്കീർത്തനം 1 ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ദാവീദ് പറയുന്നു, ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തെ സ്തുതിക്കും. അതിൻ്റെ വിടുതൽ, അതിൻ്റെ അനുഗ്രഹങ്ങൾ, ആത്മീയ അനുഭവങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, ദൈവത്തോട് അടുക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാൻ, അപ്രകാരം ഒരുപാട് പ്രത്യേകതകൾ സ്വയത്തമാക്കിയത ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി ജീവിതങ്ങളോട്, വ്യക്തികളോട് ദൂത് ഇടപെടുക. സ്തുതിക്കുമ്പോൾ വെളിപ്പെടുന്ന മഹത്വം, അത് അസാധാരണമായ ദൈവപ്രവർത്തികൾ കൂടാരത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയായിത്തീരും. ഇന്ന് ആഴമായി വചനം വിശ്വസിക്കുകയും വചനം ഏറ്റെടുക്കുകയും ചെയ്യട്ടെ. ഈ അവസ്ഥയിൽ സ്തുതികളും സ്തോത്രങ്ങളും ആരാധനയും കുറഞ്ഞിരിക്കുന്ന സമയമാണോ? പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുന്നു. കരം കൊണ്ട് പ്രാപിക്കാൻ കഴിയാത്തത്, കഴിവുകൊണ്ട് പ്രാപിക്കാൻ കഴിയാത്തത്, വിദ്യാഭ്യാസം കൊണ്ട് പ്രാപിക്കാൻ കഴിയാത്തത് സ്തുതിയിലൂടെ, കർത്താവിനെ സ്തുതിക്കുന്നതിലൂടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ, ആ സാഹചര്യങ്ങളിൽ കർത്താവിന് വെളിപ്പെടുത്തുവാൻ കഴിയും. ദൂത് ശക്തമായി പരിശുദ്ധാത്മ ചില കുടുംബത്തെ നോക്കി ദൂത് വെളിപ്പെടുത്തുക. സ്തുതിയുടെ മുഴക്കമായി തീരട്ടെ ഭവനത്തിൻ്റെ അകത്തളം. അവിടെ ഒരു മഹത്വം വെളിപ്പെടുവാൻ സമയമായിരിക്കുന്നു. ദാവീദ് പറയുന്നു, എല്ലാ കാലത്തും ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുക. എന്താ അതിൻ്റെ അർത്ഥം? കാലങ്ങൾക്ക് വരെ മാറ്റം ഉണ്ടാകും. സ്തുതിച്ചു കഴിഞ്ഞ എൻ്റെ ഇപ്പോഴുള്ള ഈ കഷ്ടതയുടെ കാലം, ഈ ഞെരുക്കത്തിൻ്റെ കാലം, ഈ പ്രയാസത്തിൻ്റെ കാലം, അതിന് മാറ്റം വരും. അവിടെ സ്വസ്ഥതയുടെ കാലം ആക്കുവാൻ ദൈവം മതിയായവനാ. ദൈവം സർവശക്തനാ. ദൈവത്തിൻ്റെ പൈതലേ, ഇപ്പോൾ ഏത് സാഹചര്യത്തിലാ, ഇപ്പോൾ ഏതവസ്ഥയിലാ, ആ സാഹചര്യത്തിന് നടുവിൽ കർത്താവിനെ സ്തുതിച്ച, ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ, കർത്താവിനെ ആരാധിക്കുമ്പോൾ നിശ്ചയമാ അവിടെ സ്വസ്ഥത വെളിപ്പെടുത്തുന്ന, സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്ന ദൈവത്തിൻ്റെ കരം ശക്തിയോടെ വെളിപ്പെട്ട് വരാൻ പോവാ. അതുകൊണ്ടല്ലേ പൗലോസും ശീലാസും കാരാഗൃഹത്തിൻ്റെ അകത്തളങ്ങളിൽ ദൈവത്തെ പാടി സ്തുതിക്കുകയാ. ശത്രു ബന്ധിച്ചതും ശത്രു അടച്ചതും അവിടെ സ്തുതികളിന്മേ ദൈവം തൊട്ടില്ലേ, ദൈവം സ്വീകരിച്ചില്ലേ. അടഞ്ഞ വാതിലിനെ തുറക്കത്തക്ക നിലയിൽ ശത്രുവിൻ്റെ പദ്ധതിയല്ലേ അവിടെ തകർന്നത്. ശത്രു അടച്ച വാതിലുകളെല്ലാം ദൈവം അങ്ങ് തുറന്നില്ലേ. അടിസ്ഥാനങ്ങൾ വരെ ഇളകുന്ന നിലയിൽ ദൈവപ്രവർത്തി സ്തുതിയിലൂടെ വെളിപ്പെട്ടു വന്നില്ലേ. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മ പറയുന്നു, പല വാതിലുകൾ സ്തുതിക്കുമ്പോൾ തുറന്നു വരാൻ പോവാ. പല വാതിലുകൾ, ഒരു വാതിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. പല വാതിലുകളാ ഈ ദിവസങ്ങളിൽ തുറക്കാൻ പോകുന്നത്. കർത്താവിനെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിൻ്റെ മഹത്വം ചെറുതല്ല. വചനം പറയുന്നു, ആമേ, അവർ സ്തുതിച്ചപ്പോൾ ചിലരിക്കത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, സ്തുതിക്കുന്നത് ശ്രദ്ധിക്കുന്നവരുണ്ട്, ആരാധിക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ നടുവിലാ ദൈവത്തിൻ്റെ ചലനങ്ങൾ, അവരുടെ നടുവിലാ ദൈവത്തിൻ്റെ പ്രവർത്തികൾ. ദൂത് വിശ്വസിച്ചോ, ദൈവത്തിൻ്റെ കരം ചാഞ്ഞിറങ്ങാൻ പോവുക. എരിഹോ മതിൽ ഇടിഞ്ഞു വീണില്ലേ, സ്തുതിച്ചപ്പെടല്ലേ, ആർപ്പിട്ടപ്പെടല്ലേ. ദൈവത്തിൻ്റെ പൈതലേ, തടസ്സമായ മതിലുകളെ ദൈവം മാറ്റും. അടഞ്ഞു കിടക്കുന്ന വാതിലിനെ ദൈവം തുറക്കും. കരം കൊണ്ട് പ്രാപിക്കാൻ കഴിയാത്തത് സ്തോത്രം കൊണ്ട്, സ്തുതികൾ കൊണ്ട് പ്രാപിക്കുവാൻ കഴിയും. വിശ്വസിക്കട്ടെ, ദൂതേറ്റെടുക്കട്ടെ. സ്തുതിക്കുമ്പോൾ വെളിപ്പെടുന്ന വലിയ മഹത്വം
ഈ ദിവസങ്ങളിൽ അത് കാണും. കർത്താവ് സഹായിക്കും. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥയിൽ സാഹചര്യം കണ്ടുമേൽ കർത്താവ് ഇന്നിടപെട്ട ശബ്ദം വിടുതലായിത്തീരണം, ദൈവപ്രവൃത്തിയായിത്തീരണം. ആ മഹത്വം കാണുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.